അതിന് കൈയിട്ടെടുക്കും. പലതവണയും ഫുഡ് വിളമ്പി വെക്കുമ്പോൾ പോലും മറ്റുള്ള പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന സ്വഭാവം ഇവനുണ്ട്. അതുകൂടാതെ കേക്ക് കട്ട് ചെയ്ത് ഓരോ പീസ് എടുക്കുന്നതാണ് അതിന്റെ ഒരു ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കിച്ചണിലുള്ള തവി എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കോരി എടുക്കും. അപ്പൊ മണ്ണ് വാങ്ങി എടുക്കുന്നത് പോലെ ജിസെ ഞാൻ പറഞ്ഞു, ജിസെ അങ്ങനെ തവീന്റെ എടുക്കല് കട്ട് ചെയ്ത് ഓരോ പീസ് ഇഷ്ടമുള്ളത് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജിസേന്റെ പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ സംസാരിക്കുന്നത്. അത്ര നീ ഇത്ര കൂടുതൽ എടുത്തു, അതെന്തിനെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറച്ചുകൂടെ നന്നായിരിക്കും. അയക്കാൻ കൊടുക്കാതിരുന്ന അത്രയും നല്ലതാ. അല്ലല്ല അനുവിന് വേണ്ടെങ്കിൽ അനുവിന് വേണ്ട, ബാക്കിയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട. ഞാൻ ചോദിക്കുന്നത് ഇവരെടുക്കുന്നത് നിങ്ങൾക്കൊരു പീസ് എടുത്തിട്ടാണ് പോകുക, അവർക്ക് എന്താണെങ്കിലും ആയിക്കോട്ടെ എന്ന് വരും. വിഷയമേ അല്ല. ഇനി അങ്ങനെ ഒന്ന് പഠിക്കൂ. അവർക്ക് എന്തായിരുന്നു ഭയങ്കര ബഹളമായിരുന്നല്ലോ വീട്ടിൽ നിന്ന് മട്ടൺ കൊടുത്തിട്ട് എന്ത് പറ്റി? ലാലേട്ടാ, അനുമോള് തുടക്കം മുതലേ കൊണ്ടുപോകാൻ എന്നോട് കാണിക്കുന്ന ഒരു പ്രവണത ഉണ്ട്. ഞാൻ ഫുഡ് ചോദിച്ച് അവളെ മുന്നിൽ യാചിക്കണം. നന്ദി എന്നുള്ള സാധനം അടുത്തൂടെ പോകാത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഇഷ്ടക്കേട് എനിക്ക് തരുന്ന ഫുഡിലും ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യം. എന്നിട്ട് അവളെ എന്നെ കൊതി എന്ന് പേരിട്ട് വിളിച്ചു. ഞാൻ ഒരിക്കലും കൊതി കൊണ്ടല്ല. ഇതൊക്കെ നമ്മളിത് പുറത്ത് കാണുമ്പോ ആൾക്കാർ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്ത ആൾക്കാർ അല്ല, ഇവള് എന്നെ ഇഗ്നോർ ചെയ്യേ. ശരി ഇരിക്കാം ശരവാൻ. അല്ല, എന്താണ് അനുമോൾ ഭക്ഷണത്തിന് വേണ്ടി പട്ടിണി കിടക്കണം എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അടുത്ത പേരെന്ന് പറയുന്നത് കേട്ടു. ഈ റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് ഞാൻ വിളമ്പുന്നത്. അപ്പൊ ചിലപ്പോ ഇടുമ്പോ ചിലപ്പോ കൂടുകയും കുറയുകയും ചെയ്യും. എന്നിട്ട് അതനുസരിച്ച് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പൊ അത് ഞാൻ മാറ്റി വെച്ചിട്ട് പ്ലേറ്റ് 13 ഞാൻ നിരത്തി വെച്ചിട്ട് ഓരോ നൈറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ഇവർക്ക് ഞാൻ കൂടുതൽ ചോദിച്ചപ്പോൾ ഞാൻ പക്ഷെ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല.